ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടൊരു ഉപ്പുമാവാണ്. ചെറിയ സേമിയാണ് കേട്ടോ. അതിങ്ങനെ വടി പോലെയാണ് കിട്ടിയത്. പക്ഷെ നല്ലോണം വറുത്ത സേമിയാണ്. അതൊന്ന് നല്ലോണം പൊടിച്ചെടുത്ത് ഞാൻ ഉപ്പുമാവിന് എന്താണ് നമ്മൾ സാധാരണ റവ ഉപ്പുമാവിന് എടുക്കുന്നത് പോലെ തന്നെ ഇഞ്ചി, ഇതാണ് സേമിയ. അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് ഇഞ്ചി, പച്ചമുളക്, സവാള, കരിവേപ്പില, അത്രയാണ്. പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചി സവാളയും കടുകിട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിട്ടു. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഞാൻ സത്യം പറയട്ടെ, ഞാൻ വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടിയിട്ട് ഉപ്പിട്ടിട്ടാണ് ഞാൻ സവാള വഴറ്റാൻ വെച്ചിരുന്നത്. അപ്പോൾ പോരാത്ത ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടിയാൽ മതി, അത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ തീരെ തിന്നായിട്ടുള്ള അപ്പോൾ അത് വേഗം വെന്തും കിട്ടും. അത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടി കിട്ടിയാൽ മതി. എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും വേവില്ല കേട്ടോ. അതിനെ ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടായിരിക്കും. അതെനിക്ക് അബദ്ധം പറ്റി ഒരു ശകലം വെള്ളം കൂടുതലായിപ്പോയി. അപ്പോൾ ഒന്ന് കുഴഞ്ഞു പോയി എൻ്റെ ഉപ്പുമാവ് വേറിട്ട് കിടക്കണം. അത് വേറിട്ട് കിടക്കും. വെള്ളം കുറവാണ് ഒഴിക്കുന്നത്. ഇത് കണ്ടു ഒന്ന് കുഴഞ്ഞു പോയത്. അത് കഴിഞ്ഞ് അത് നല്ലോണം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കുഴഞ്ഞു പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ അല്പം മല്ലിയിലയും കൂടി ഇട്ട് ശകലം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു ശകലം നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ചേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു 4 മണി പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.